പാപം ചെയ്ത മനുഷ്യനാൽ ഭൂമി പാപപങ്കിലമായിട്ട് തീർന്നു. ഭൂമിയുടെ അവകാശവും അധികാരവും സാത്താന്റെ കരങ്ങളിലായിപ്പോയി. അതേ പ്രിയപ്പെട്ട ഭൂമി വാഴുന്നത് ദൈവമല്ല, സാത്താനത്രേ. മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ സാത്താൻ കടന്നു വരുന്നതുമില്ല. അങ്ങനെ മനുഷ്യൻ ചെയ്ത പാപത്താല് ദൈവം മനുഷ്യന് കൊടുത്ത സകല ഭൂമിയും സകല അധികാരങ്ങളും സാത്താന്റെ കാൽക്കീഴിൽ അമർന്നു പോവുകയും അങ്ങനെ സർവ്വഭൂമിയുടെയും അധികാരം സാത്താൻ ഏറ്റെടുത്തുകൊണ്ട് എല്ലാത്തിനും മേൽ അവൻ കർത്തൃത്വം ചെയ്യുകയാണ്. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. തമ്മിൽ മനുഷ്യർ കൊന്നൊടുക്കി എന്നോട് കൂടെ നരകത്തിൽ വീഴണമെന്ന് പിശാച് ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യനെ പറ്റി ദൈവത്തെ പറ്റിയുള്ള അറിവ് മായ്ക്കപ്പെട്ടവരായിട്ട് ദൈവത്തെ കാണുവാനുള്ള കണ്ണുകൾ അവനെന്താണ് അടച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യരെ വ്യർത്ഥമായിരിക്കുന്ന മതഭക്തിയിലേക്ക് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഹിന്ദു മതമുണ്ടായി, ക്രിസ്തീയ മതമുണ്ടായി, ഇസ്ലാം മതമുണ്ടായി, നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മതങ്ങളുണ്ടായി. നല്ലത് ചെയ്യുക, മറ്റുള്ളവരുടെ കരുണ ചെയ്യുക, ആട്ടിയത് ആവോളം ചെയ്യുന്നുമുണ്ടല്ലോ. പക്ഷെ ദൈവം ആരെന്നോ മരിച്ചതിന് ശേഷം എങ്ങോട്ട് പോകുന്നെന്നോ അറിവില്ലാതെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എല്ലാവരും നരകവിധിക്ക് യോഗ്യരായിട്ട് തീർന്നു. മനുഷ്യൻ പാപം ചെയ്യുന്ന നാളിൽ ദൈവം ഭൂമിയെ ശപിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യനെ ശപിക്കാഞ്ഞത് കൊണ്ട് മനുഷ്യന് വീണ്ടെടുപ്പ് സാധ്യമായി. ഭൂമിയെ ശപിച്ചത് കൊണ്ട് ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പില്ല. നാളെ ഇത് തീക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു.